ഇന്നലെ തന്നെ ഒരു ലൈവിൽ ഒരാൾ എന്നോട് ചോദിച്ചാണ് ഈ സ്വപ്നം ഒരിക്കലും നമ്മൾ കാണുന്നത് ഈ വരാനിരിക്കുന്നതിനെ കുറിച്ചല്ല ബേസിക്കലി. അത് സ്വപ്നമല്ല, അത് ചിന്തയും ഭാവനയാണ്. സ്വപ്നങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഡേറ്റ പ്രതീക്ഷകൾ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ സംഭവിക്കുന്നു. സ്റ്റോർഡ് ആയിട്ടുള്ള ഡേറ്റ അൺഎഡിറ്റഡ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നു ഉറക്കത്തിലോ. അതാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. പലപ്പോഴും അത് സാധനം പറയുന്ന സമയത്ത് നമ്മളിത് വിഷ് ചെയ്യുന്നു എന്നുള്ളൊരു കൂടെ ചേരുന്നുണ്ടല്ലോ. ആക്ച്വലി സ്വപ്നം ഒരിക്കലും ഫ്യൂച്ചറിസ്റ്റിക് ആകാനേ പറ്റത്തില്ല. ആളുകൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബൈബിളിൽ തന്നെ ഈ മെലിഞ്ഞ പശുവിൻ്റെയും തടിച്ച പശുവിൻ്റെയും സ്വപ്നം വ്യാഖ്യാനിക്കുന്ന സ്വപ്നങ്ങളെ വ്യാഖ്യാനമുണ്ട്. ഈ മെലിഞ്ഞ പശുവും തടിച്ച പശുവൊന്നും ഒരിക്കലും ഫ്യൂച്ചറിസ്റ്റിക് അല്ല. നിങ്ങളൊരു മെലിഞ്ഞ പശുവിനെ കണ്ടിട്ടുണ്ട്, തടിച്ച പശുവിനെ കണ്ടിട്ടുണ്ട്, പടത്തിലെങ്കിലും കണ്ടിട്ടുണ്ട്. ഈ സാധനം അവിടെ പ്ലേ ചെയ്തിട്ട് നിങ്ങളിത് അവതരിപ്പിച്ചിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന ക്ഷാമവും സമൃദ്ധിയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. സ്വപ്നങ്ങൾ ആക്ച്വലി ഫ്യൂച്ചറിസ്റ്റിക് അല്ല. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരുന്നത്. സ്വപ്നങ്ങൾ എപ്പോഴും ഓൾഡ് ഡേറ്റയുടെ അൺഎഡിറ്റഡ് പ്ലേ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഭാവി എന്താകണം അത് പറയുന്നത് ഏതാണ്? പുസ്തകങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം മുന്നോട്ട് പോകും. ഇതൊരു സ്വപ്നമാണ്. കുറഞ്ഞ പക്ഷം അത് പേടി സ്വപ്നമാണ്. യഥാർത്ഥത്തിൽ ഒരു വർഗം മറ്റു വർഗത്തിൻ്റെ മേളിൽ സർവാധിപത്യം പുലർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഷിയർ വയലൻസ് ആണ്. പോട്ടെ, ഞാൻ പറഞ്ഞത് അതൊരു സ്വപ്നമാണ്. ചില ആൾക്കാരെങ്കിലും സ്വപ്നമാണ്, മറ്റുള്ളവരെ പേടി സ്വപ്നം. ഇത് വരുന്ന ഒരു മതാത്മകമായ പ്രസ്ഥാനത്തിൽ നിന്നാണ്, അല്ലെ രാമരാജ്യം അല്ലെങ്കിൽ സ്വർഗം, നരകം. അപ്പം ഇനി വരാനിരിക്കുന്ന ലോകം എങ്ങനെയായിരിക്കണമെന്ന് മുന്നേ പറഞ്ഞു വെക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്തെല്ലാം വരുന്നത്. ഇതിനെയാണ് നമ്മൾ റിലീജിയോസിറ്റി, മതാത്മകത എന്ന് പറയുന്നത്. എനിക്കങ്ങനെ സ്വപ്നങ്ങളില്ല. ഇനി എങ്ങനെ ഇരിക്കണം ലോകമെന്ന് ഇനി വരാനിരിക്കുന്ന ആളുകൾ ഏറ്റവും ബെസ്റ്റ് അവർ തീരുമാനിച്ചോളൂ. ബെസ്റ്റ് അവർ തീരുമാനിക്കാനുള്ള അവസ്ഥയിൽ അവർ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്, പ്രതീക്ഷയുണ്ട്. അത് ഓക്കെ, പ്രതീക്ഷ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മുടെ തിരിച്ചറിവുകൾ വരുന്ന സമയത്ത് ഈ തിരിച്ചറിവുകൾ തന്നെ കുറച്ചുകൂടിയും അത് മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ആദ്യത്തെ ഒരു പക്ഷേ ഇതല്ല ശരി, എൻ്റെ വിശ്വാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ തിരിച്ചറിവുകൾ വരുന്നൊരു സമയം ഉണ്ടായിരിക്കാം. ഏത് കാലഘട്ടത്തിൽ നിന്നുള്ളത് ഇവിടെ വിഷയമല്ല. പക്ഷേ അത്തരത്തിൽ നിന്ന് മാറി ഇത് കുറേ പേരിലേക്ക് കൂടിയും എൻ്റെ വാമൊഴി, എൻ്റെ വാക്കുകളിലൂടെ ഇത് കൈമാറണമെന്ന് ചിന്തിക്കുന്നൊരു പ്രക്രിയ സംഭവിക്കുന്നത് ശരിക്കും ഇതിലെവിടെയാണ്? അത് കുറച്ചുകൂടെ ഒരു ടെമ്പറലായിട്ട് കറക്റ്റാണ്. ഞാൻ ബേസിക്കലി ഒരു 10-20 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലായി. ഓക്കെ. പക്ഷേ ഐ വാസ് വെരി ഡോർമെൻറ്റ്. ഒന്നാമത് ഞാൻ ചിന്തിക്കുന്നത് ഇറ്റ് വാസ് നോട്ട് ഈസി ടു ഒപ്പോസ് റിലീജിയൻ. പല രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാവും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. ഐ വാസ് എൻ എത്തീസ്റ്റ് ബട്ട് ഐ വാസ് നോട്ട് നമ്മൾ ബോധേഡ് അല്ലെന്ന് പറയുള്ളൂ. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക, കുറച്ച് ചപ്പളച്ചൊക്കെ അടിച്ച് നടക്കുക, ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. അവർക്ക് അവരുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം. ശരിക്കും എൻ്റെ ഒരു ചേഞ്ച് ഞാൻ നാസ്തികനായ ദൈവം എന്നുള്ള പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക്, അത് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ജോലിയാണ്. അന്ന് അവിടെ ഓഫീസിൽ അന്നത്തെ ദിവസം ഞാൻ കണ്ട ചില രംഗങ്ങളാണ് എനിക്കത് ശരിക്കും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. പലരുടെയും മുഖത്തൊരു ഗൂഢമായ ആഹ്ലാദം. അതൊരു 3000 പേരോളം മരിച്ച പെട്ടെന്ന് ചാമ്പലായ ഒരു അവസ്ഥയാണ്. അതിനകത്ത് ഹിന്ദുക്കളുണ്ടാവാം, മുസ്ലിങ്ങളുണ്ടാവാം, ക്രിസ്ത്യാനികളുണ്ടാവാം, ജൂതന്മാരുണ്ടാവാം. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റിൽ എങ്ങനെയാണ് മറ്റൊരു സഹജീവിക്ക് ഒരു ഗൂഢമായ ആഹ്ലാദം ഉണ്ടാകുന്നത്? ഹൗ ആർ ദേ ഏബിൾ ടു സെലിബ്രേറ്റ് ദാറ്റ്? അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് വരുമ്പോൾ ഒരുപിടി ഈ ചപല വിശ്വാസങ്ങളിലേക്കും കുറേ ബയസുകളിലേക്കും ഗോത്രീയതയിലേക്കൊക്കെയാണ് പോകുന്നത്. സോ അതിൻ്റെ കാരണം നോക്കുമ്പോൾ ദൈവം, ഇങ്ങനെ കുറേ സെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്. സോ അതൊരു ട്രിഗറായിരുന്നു. ഇപ്പം ഈ ഇത്രത്തോളം വലിയ മരണങ്ങൾ, ആ മരണത്തിൽ സന്തുഷ്ടരാകുന്ന ആളുകളുണ്ട്, ആഹ്ലാദിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുന്നിടത്ത് ഈ മതവും വിശ്വാസവും കൂട്ടുപിടിക്കുന്ന എവിടെയാണ്? അത് മനുഷ്യത്വപരമായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യസഹജമായിട്ട് ഉണ്ടാവേണ്ട നന്മകൾ ഇല്ലാതെ ആവുന്ന ഒരു മൊമെൻ്റ് അല്ലേ ശരിക്കും? അതിലെവിടെയാണ് ഇത്തരത്തിലൊരു തിരിച്ചറിവിലേക്ക് അത് കണക്ട് ആവുക? അതായത് ഈ നന്മ എന്ന് നമ്മൾ വിളിക്കുന്ന പലതും നമ്മുടെ ഇവല്യൂഷണറി ബേസിൽ നമ്മൾ അതിജീവനത്തിനെ സഹായിക്കുന്ന കുറേ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. നന്മയില്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിലും സ്വന്തം നന്മയ്ക്ക് വേണ്ടിയെങ്കിലും ആളുകൾ പ്രവർത്തിക്കുക. ഇവിടെ നമ്മളൊരാളെ കാണുകയാണ്, പുതുതായിട്ട് കാണുന്ന ഒരാളെ നമ്മൾ മറ്റു കാരണങ്ങളൊന്നും ഇല്ലാതെ വെറുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് എ സോഫ്റ്റ്വെയർ. അതൊരു ചിന്ത, ഒരു രീതി, അതൊരു സെറ്റ് ഓഫ് വിശ്വാസമായിരിക്കും എന്തായിരിക്കും. അപ്പോൾ അത് പൊളിച്ചു കഴിഞ്ഞാൽ വ്യക്തികളല്ല, നമ്മളുടെ ഒരു ബേസിക് ടെനൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻഫിനിറ്റ് ഫാക്കൽറ്റീസ് ആണുള്ളത്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥത്തിൽ അധികാരപരമായും പദവിപരമായും എല്ലാം തുല്യരാണ്.
പക്ഷെ ഓരോരോ സാഹചര്യങ്ങൾ, ഓരോരോ ചിന്താ രീതികൾ, ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ എക്സ് മുസ്ലിംസിനെ കുറിച്ച് പറയും. എന്താണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് മുസ്ലിംസ് ആൻഡ് മുസ്ലിംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരു പിന്ന് ഞൂരെടുക്കുകയാണ്. ലൈക്ക് നിങ്ങളെ ഈ ന്യൂജനിലൊക്കെ യക്ഷിയിൽ നിന്ന് പിന്നൂരി പാലേ തറയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനം മാറ്റുമ്പോൾ ഡിസ്കണക്റ്റഡ് ആകുമ്പോൾ ദേ ബിക്കം എ മാൻ വിത്തൗട്ട് ഇസ്ലാം ആവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹിന്ദുയിസം ആയാലും ഇസ്ലാമിസം ആയാലും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആയാലും ഈ ഒരു സാധനം മാറ്റുമ്പോൾ മനുഷ്യന് വല്ലാത്തൊരു മാറ്റം വരും. അവന് തൊട്ടടുത്ത് നിൽക്കുന്നതിനോട് ഈ കാരണത്താൽ ഉണ്ടാകുന്ന പകയോ വിദ്വേഷമോ വെറുപ്പോ വിവേചനബോധമോ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിനെ മാറ്റുക എന്നുള്ളത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അഡ്വാൻസ്മെൻറ്റിന് വളരെ സഹായകരമായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാൻ ഐ ഡിസൈഡ് ടു ഡു, ദാറ്റ്സ് എ ഡിഫറൻസ്. ഈ സ്വതന്ത്ര ചിന്തയ്ക്ക് ശരിക്കും മതം തടസ്സമാവുന്നത് ഏത് ഘട്ടത്തിലാണ്? ശരിക്കും ഒരാൾ സ്വതന്ത്രനാവുന്നതിൽ അതായത് മതവിശ്വാസങ്ങളെ തടസ്സമാവുന്നത്? ഗുഡ് നെയിം പ്ലീസ്. റോഹൻ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും ഡിസിഷൻസും ഒക്കെ എവിടെ നിന്നാണ് അതിൻ്റെ സ്രോതസ് എന്ന് ആലോചിക്കുമ്പോൾ അത് റോഹൻ തന്നെയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ പറയും. അതേസമയം എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രഡീഷൻ ലൈക്ക് പണ്ടുള്ളവർ അങ്ങനെ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, പിന്തുടരുക. അപ്പോൾ നിങ്ങളുടെ അധികാര കേന്ദ്രം നിങ്ങൾക്ക് പുറത്താണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഈ ഇത്തരത്തിലുള്ള വ്യവസ്ഥിതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾ ഇതാണ് പിന്തുടരേണ്ടതെന്നുള്ളത് പറയുമ്പോൾ പോലും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റാറുണ്ട്. ഇപ്പോൾ എല്ലാ മതങ്ങളും ഒരേ തരത്തിൽ പ്രവർത്തിക്കുകയോ അതിൻ്റേതായിട്ടുള്ള ചങ്ങലകൾ കൂട്ടി യോജിപ്പിക്കുകയോ ചെയ്യാറില്ല. ഇപ്പോൾ അവനവന് വേണ്ടത് ചെയ്യുക, അവനവൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നതുകൊണ്ട് അല്ലെ മതവിശ്വാസങ്ങൾ അത്രത്തോളം തീവ്രമല്ലാത്തൊരു സാഹചര്യങ്ങളുണ്ട്. അവിടെ ചിന്തകൾ ശരിക്കും സ്വതന്ത്രമല്ലേ അവൻ്റെ? അപ്പം എല്ലാം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു മിക്സ്ചർ എടുത്തിട്ട് അതിനകത്ത് കപ്പലണ്ടി മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്. കപ്പലണ്ടിക്ക് ഒരു പ്രത്യേക രുചിയാണ്, മറ്റ് ഐറ്റംസിന് വേറൊരു രുചിയാണ്. ഈ ജനറലൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്? അതായത് അവിടെ അതും അത്തരത്തിലുള്ള വിശ്വാസങ്ങളും അല്ലെങ്കിൽ അതിനുള്ളിൽ പ്രവർത്തിക്കുന്നവരും ആളുകളും ഇല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ അതിനെ മതവിശ്വാസങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഒറ്റക്കെട്ടിട്ട് കൂട്ടിക്കിട്ടുമ്പോൾ അത്തരത്തിലല്ലാത്ത ആളുകളും അതിൽ പെടുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അതെ, അതിനെക്കുറിച്ച് വളരെ അതൊരു പഴയ ചോദ്യമാണ്. അതിനെക്കുറിച്ചുള്ള നിലപാട് പലപ്പോഴും പറഞ്ഞില്ല. അതായത് മതം പോലെയുള്ള അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം പോലെയുള്ള ഇത്തരത്തിലും ഉള്ള ഒരു കുടിസുമുറി എന്ന് നമുക്ക് പറയാം ആശയപരമായി. അതിൽ എത്ര നേർപ്പിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നു അത്രയും നല്ലതാണ്. ലൈക്ക് മദ്യം പോലെ ഈ ലഹരിയിൽ എത്ര കൂടുതൽ വെള്ളം ഒഴിക്കുന്നു, എത്ര നേർപ്പിക്കുന്നു, എത്ര ഡൈല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ വി സ്റ്റാൻഡ് ഫോർ ദ ഡൈല്യൂഷൻ ആൻഡ് വി പ്രൊമോട്ട് ദ ഡൈല്യൂഷൻ. ആൻഡ് ഡൈല്യൂഷൻ നിങ്ങൾ മദ്യം ഉപേക്ഷിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അളവ് കുറയ്ക്കുക, വെള്ളം കൂടുതൽ ഒഴിക്കുക. ഇതാണ് നമ്മൾ ഈ കുറയ്ക്കുന്നതിൽ എത്ര ഡൈലൂട്ട് ചെയ്ത് കഴിച്ചാലും അല്ലെങ്കിൽ വല്ലപ്പോഴും കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒക്കേഷനിൽ കഴിക്കുന്ന എന്നുള്ള സ്ഥിരം പദപ്രയോഗമുണ്ട്. ഇത് കാലക്രമേണ ഇത് അഡിക്റ്റ് ആവുമെന്ന് പറയും. അതുപോലെ ഈ മതവിശ്വാസങ്ങളിൽ അത് അങ്ങനെ വരും എന്നുള്ളൊരു ഇത് കൂടി ഉണ്ടോ? വലിയ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടോ? അതെ, ഈ മതവിശ്വാസം സ്വാഭാവികമായിട്ടും ഇതൊരു സോഫ്റ്റ്വെയർ നമ്മൾ എന്താ പറയാ പുറത്താക്കാണ്. അത് ഒരു കായികമായ ഒരു ശാരീരികമായ ഒരു രീതിയല്ല. അത് ചിന്താപരമായിട്ട് തന്നെ നമ്മൾ യുക്തിയും ഭാവനയും അറിവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ ശരിക്കും ഡീപ്രോഗ്രാം ചെയ്യും.